ജനങ്ങൾ ഒന്നിച്ചിറങ്ങിയാൽ ഏത് നിയമത്തിനും ആരെയും രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടും. അങ്ങനെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിലാണ് ബീഹാറിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത കോണുകളിൽ നിന്നാണ് ഈ പോരാട്ടത്തിൽ ആളുകൾ അണിചേരുന്നത്. രാഷ്ട്രീയ വ്യത്യാസമന്യേ ആളുകൾ, കാരണം ബേസിക്കലായി ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. അതിനെ ഒരു ജനത്തിനും അംഗീകരിക്കാൻ കഴിയില്ല. ഇതെല്ലാം പാവപ്പെട്ടവർക്കെതിരായിട്ടുള്ള ആക്രമണം കൂടിയാണ്. ആരുടെ വോട്ടാണ് കട്ട് ചെയ്യപ്പെടുന്നത്? പാവപ്പെട്ടവരുടെ. ആരെയാണ് കളിപ്പിക്കുന്നത്? പാവപ്പെട്ടവരെ. അപ്പോൾ അതുകൊണ്ട് ഇത് പാവപ്പെട്ടവർക്കെതിരായി അവർ നടത്തുന്ന പോരാട്ടമാണ്. പാവങ്ങളെല്ലാം ഞങ്ങളോട് നിൽക്കും. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടും. കാരണം ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ചെയ്തികൾ വരും ദിവസങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ പുറത്തുവിടാൻ പോവാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. തൃശ്ശൂർ വോട്ടർ പട്ടിക ക്രമക്കേടിൽ സുരേഷ് ഗോപി എന്ന് പ്രതികരിച്ചിട്ടുണ്ട്. വാനരന്മാരാണ് ആരോപണങ്ങളുമായി വരുന്നതെന്നാണ് സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം. തെളിവുകൾ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണോ പറയേണ്ടത്? അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയല്ലേ, അദ്ദേഹം ധൈര്യമായിട്ട് പറയല്ലേ വേണ്ടത്. അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്ന് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കല്ലേ വേണ്ടത്. അതിന് പകരം സത്യം ഉന്നയിക്കുന്നവരെ അവരെ നേരെ ആക്രോശിച്ച് സിനിമാ സ്റ്റൈലിൽ ആക്രോശിച്ചാൽ അവരാരും പേടിച്ചു പോകുമോ? അത് സിനിമയിലല്ലേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ ആക്രോശം. ഇവിടെ ആരെങ്കിലും പേടിക്കുമോ? ആ ഡയലോഗൊക്കെ അവിടെ മതി. വേണു സർ, രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്രയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് KC വേണുഗോപാലിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. വോട്ടുകൾ വെട്ടുക അത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്, അതിനല്ലേ അവർക്ക് സാധിക്കുന്നത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ KC വേണുഗോപാൽ പ്രതികരണമായി ഉന്നയിച്ചിരിക്കുന്നത്.